Second Thessalonians chapter 2, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13 to 17. In that portion we read that we have to give thanks for blessing us all with salvation. രക്ഷ മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് വേദഭാഗം നമ്മോട് പറയുന്നു. Second thing, for giving us sanctification and sanctified us with the Holy Spirit. രണ്ടാമതായി വിശുദ്ധീകരണം, പരിശുദ്ധാത്മ മുഖാന്തരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധീകരണ മുഖാന്തരമായി നാം ദൈവത്തിന് നന്ദി അറിയിക്കണം. Third thing, for obtaining the glory of the Lord. മൂന്നാമതായി ദൈവത്തിന്റെ മഹത്വം നാം പ്രാപിക്കേണ്ടതിനായി ദൈവത്തിന് നന്ദി അറിയിക്കണം. Three things we see. മൂന്ന് സംഗതികൾ നാം കാണുന്നു. Number one, for the salvation. ഒന്നാമതായി രക്ഷയ്ക്ക് വേണ്ടി. Second thing, sanctification. രണ്ടാമതായി വിശുദ്ധീകരണത്തിനായി. Third thing, glorification. മൂന്നാമതായി തേജസ്കരണത്തിനായി. Same thing we read in Romans chapter 8 verse 30 also. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തിലും ഇതേ വസ്തുത നാം വായിക്കുന്നു. And we have to grow in the Lord. നമുക്ക് കർത്താവിൽ വളർന്ന് മുന്നേറണം. You can understand that you can grow in the Lord, the spiritual life. ആത്മീകമായി ആത്മജീവിതത്തിൽ നിങ്ങൾക്ക് വളർച്ച പ്രാപിക്കുവാൻ കഴിയുന്നു. Ephesians chapter 4 verse 13. എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. Till we all come in the unity of the faith and of the knowledge of the Son of God, unto a perfect man, unto the measure of the stature of the fullness of Christ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. Christian life is not a standard life. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു സാരമില്ലാത്ത ജീവിതമല്ല. We have to grow in the Lord day by day. അനുദിനം നാം കർത്താവിൽ വളർന്ന് ഉയരണം. That's very very important. അത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. That's what it says, you have to grow in the Lord. അതുകൊണ്ടാണ് തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് വളരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. Perfect man. അവിടെ തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് വളരണം. Unto the measure of the stature of the fullness of Christ. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. Yes, my sisters, we have to grow in the spiritual life. അതേ സഹോദരിമാരെ, ആത്മീക ജീവിതത്തിൽ നാം വളർന്ന് മുന്നേറേണ്ടത് ആവശ്യമാകുന്നു. By reading word of God, ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ട്, by spending time with the Lord, കർത്താവിനോട് സമയം ചെലവിട്ടുകൊണ്ട്, and every day we have to speak to him. ഓരോ ദിവസവും നാം കർത്താവിനോട് സംസാരിക്കണം. Then only the Lord will fill you with all the 9 gifts of the Holy Spirit. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 9 വരദാനങ്ങളും നമുക്ക് നൽകുകയുള്ളൂ. True Christian life is a very very sweet life. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നത് വളരെ മനോഹരമായ ജീവിതമാകുന്നു. Every one of you should have this experience in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു അനുഭവം ഉണ്ടാകണം. How to have this experience? എങ്ങനെയാണ് ഈ അനുഭവം പ്രാപിക്കുക? Number 1, ഒന്നാമതായി salvation experience through faith. വിശ്വാസം മുഖാന്തരമായി രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകണം. That's what we read right now from 2 Thessalonians 2:13. അതാണ് 2 തെസ്സലോനിക്കർ 4:13 നാം വായിച്ചത്. Hebrews 3:1 says, എബ്രായർ ലേഖനം 3:1 പറയുന്നു, you should become the partakers of high calling. നിങ്ങൾ ആ വലിയ വിളിക്ക് പങ്കാളികൾ ആയി തീരണം. The Lord has called each one of you. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. He knows your name. നിങ്ങളുടെ പേര് കർത്താവിന് അറിയാം. He knows your heart's desire. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം കർത്താവിന് അറിയാം. What do you have in your heart as a desire? നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമായി എന്ത് ഉണ്ട് എന്ന് കർത്താവിന് അറിയാം. And he wants to bless you abundantly. നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. And Philippians 3:14 says, ഫിലിപ്പിയർ 3:13 പറയുന്നതോ, we have to press toward the goal of the prize. ആ ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്ന വിളിക്ക് നാം മുന്നേറിക്കൊണ്ടേ ഇരിക്കണമെന്നാകുന്നു. We have to press toward the goal. നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് നാം മുന്നേറിക്കൊണ്ടേ ഇരിക്കണം. I want to see Jesus. എനിക്ക് യേശുവിനെ കാണണം. I want to speak to Jesus. എനിക്ക് യേശുവിനോട് സംസാരിക്കണം. I want to work for Jesus. യേശുവിനെ എനിക്ക് പ്രവർത്തിക്കണം. I want to glorify Jesus. യേശുവിനെ എനിക്ക് മഹത്വീകരിക്കണം. You may be having all these thoughts in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചിന്തകളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. You may not be cooking all the time and taking care of everything all the time. എല്ലായ്പ്പോഴും പാചകങ്ങൾ ചെയ്ത അടുക്കളയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല, Once I asked the Lord like this. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചു, Oh, my husband is spending all his time in prayer in the morning. അയ്യോ, എന്റെ ഭർത്താവ് പ്രാർത്ഥനയിൽ ധാരാളം സമയം ചെലവിടുന്നുണ്ടല്ലോ. After family prayer he goes somewhere and prays for
2 hours or 3 hours before going to the office. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് 2-3 മണിക്കൂർ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ പ്രാർത്ഥിക്കാനായി പോകുന്നല്ലോ. But so many people are coming to see him for prayer. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേകം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നു. I am not able to do like him. അദ്ദേഹത്തെ പോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. I want to pray like that. അതുപോലെ എനിക്ക് പ്രാർത്ഥിക്കണം. But I don't have time. എന്നാൽ എനിക്ക് സമയമില്ല. Cooking and cooking and cooking. പാചകം ചെയ്ത് മുന്നേറുന്നു. Those days I was doing it. Now I am not doing that. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്യുമായിരുന്നു, ഇക്കാലത്ത് ഞാൻ ചെയ്യുന്നില്ല. And one day the Lord spoke to me. ഒരു നാളിൽ കർത്താവിനോട് സംസാരിച്ചു. I will tell you my daughter one secret thing. ഞാനൊരു രഹസ്യ സംഗതി എന്റെ മകളെ പറഞ്ഞു തരാം. You say I am not able to kneel down and spend time with you like my husband. നിന്റെ ഭർത്താവിനെ പോലെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നതായിരിക്കാം. But you can do one thing. എന്നാൽ ഒരു കാര്യം ചെയ്യാം. When you cook, ഈ പാചകം ചെയ്യുമ്പോൾ your hand will work. നിന്റെ കൈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. But in your heart, എന്നാൽ ഹൃദയത്തിലോ you look to me. എന്നിലേക്ക് നോക്കുക. Look unto me. നിങ്ങൾ നോക്കുക. I'll be there. ഞാൻ ഇവിടെ ഉണ്ട്. I'll come before you. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. And you can speak to me. നിനക്ക് എന്നോട് സംസാരിക്കാം. You can speak to me. നിനക്ക് എന്നോട് I സംസാരിക്കാം. will take up the cooking. ഞാൻ പാചകം ഏറ്റെടുക്കും. It will not get spoiled. അത് നശിച്ചു പോവില്ല. It will become nice. അത് സുന്ദരമായിരിക്കും. Really, my people who come to eat, they will say, from where you learned this cooking? വാസ്തവത്തിൽ ഭക്ഷിക്കാനായി വരുന്ന ആളുകളൊക്കെ പറയുമായിരുന്നു, എവിടെ നിന്നാണ് ഈ പാചകമൊക്കെ പഠിച്ചത്? Even though it's simple, so nice, sister. ഇത് വളരെ മനോഹരമായിരിക്കും. Who made it like that? അതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെന്ന് The ചോദിക്കും. Lord who was with me. കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. Hereafter you can also do that. അതുപോലെ കർത്താവ് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. Somehow or other you have to have close communion with the Lord. എങ്ങനെയെങ്കിലും കർത്താവിനോട് ചേർന്ന അടുത്ത ഹൃദയ ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കണം. Paul says like this. പൗലോസ് ഇങ്ങനെ പറയുന്നു. Galatians 2:20 he says, ഗലാത്യർ 2:20 പൗലോസ് പറയുന്നു, I have been crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. It is no longer I who live, മേലാൽ ഞാനല്ല ജീവിക്കുന്നത്, but Christ lives in me. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. How many of you says this? നിങ്ങൾ എത്ര പേർ അങ്ങനെ പറയും? We have to follow the footsteps of Jesus. നമുക്ക് യേശുവിന്റെ പാദങ്ങളെ പിന്തുടരണം. 2 Peter 2:21 says like that. 2 പത്രോസ് 2:21 അങ്ങനെ He is our പറഞ്ഞിരിക്കുന്നു. model. അത് നമ്മുടെ He is മാതൃകയാകുന്നു. our perfect model. നമ്മുടെ സമ്പൂർണ്ണ We have മാതൃകയാകുന്നു. to follow his footsteps. യേശുവിന്റെ പാദങ്ങളെ How he പിന്തുടരണം. prayed. എങ്ങനെ പ്രാർത്ഥിച്ചു? Go and read the Bible and find out how many times he has prayed. എത്ര പ്രാവശ്യം യേശു പ്രാർത്ഥിച്ചു പോയി വേദപുസ്തകം In a നോക്കൂ. day, how many times he prayed. ഓരോ ദിവസം എത്ര പ്രാവശ്യം യേശു പ്രാർത്ഥിച്ചു? Follow the same thing. അതേ തന്നെ നിങ്ങൾ Early morning. പ്രഭാതയാമത്തിൽ Even before it was dawn. അതാ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ He was looking unto his father. പിതാവിന്റെ അടുക്കിലേക്ക് പ്രാർത്ഥിച്ചു. Luke 6:12 says the whole night he was praying. ലൂക്കോസ് 6:12 പറയുന്നു, രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Many people say I am not getting sleep at all. അനേകം ആളുകൾ പറയുന്നു, എനിക്ക് ഒട്ടും ഉറക്കം Then ലഭിക്കുന്നില്ല. what do you have to do? നിങ്ങൾ എന്ത് ചെയ്യണം? Kneel down. മുട്ടിന്മേൽ നിൽപ്പി. Even if you are unable to kneel down, lie down and speak to the Lord. മുട്ടിന്മേൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലും കിടന്നുകൊണ്ട് കർത്താവിനോട് സംവാദിക്കുവിൻ. You'll get nicely. നല്ല ഉറക്കം നിങ്ങൾക്ക് ലഭിക്കും. Hallelujah. ഹല്ലേലൂയ. God hears your request. ദൈവം നിങ്ങളുടെ അപേക്ഷകൾ കേൾക്കുന്നു. God hears your prayer. നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം ശ്രദ്ധിക്കുന്നു. Like that you can have a oneness with the Lord. അങ്ങനെ കർത്താവിനോട് നിങ്ങൾക്ക് ഒരുമ പ്രാപിക്കാൻ കഴിയും. 1 Timothy 2:4 says, 1 തിമോഥെയോസ് 2:4 പറയുന്നു, all should be saved and come to the knowledge of the truth. എല്ലാവരും രക്ഷിക്കപ്പെട്ട് സത്യത്തിന്റെ അറിവിലേക്ക് കടന്നു വരണം. If there is anyone who is away from the Lord, കർത്താവിൽ നിന്ന് അകലെയായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, not knowing the salvation power of Jesus Christ, ഇതുവരെയും കർത്താവ് യേശുക്രിസ്തു രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിട്ടില്ലെങ്കിൽ, today you should be filled with salvation. ഇന്ന് നിങ്ങൾ രക്ഷയാൽ നിറയപ്പെടണം. Ask Jesus to come into your heart. യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരാനായി ആവശ്യപ്പെടുവിൻ. That is salvation. അതാണ് രക്ഷ. Jesus is here. യേശു ഇവിടെയുണ്ട്. He wants to come into your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ യേശു He ആഗ്രഹിക്കുന്നു. stay with you. യേശു നിങ്ങളുടെ കൂടെ വസിക്കും. To bless you. നിങ്ങളെ അനുഗ്രഹിക്കും. To give you all that you need. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം യേശു You നൽകും. may be having a lot of requests in your life. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. Some of you might have come to receive blessings in your life. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതായിരിക്കും നിങ്ങൾ ചിലർ വന്നിരിക്കുന്നത്. Everything will be given to you. നിങ്ങൾക്കെല്ലാം നൽകപ്പെടും. Give your heart first to the Lord. ഒന്നാമതായി നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിനായി നൽകുവിൻ. Father, പിതാവേ, accept me as your child. അങ്ങയുടെ പൈതലായി എന്നെ സ്വീകരിക്കണമേ. Cry unto the Lord. കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കും. I come all the way to tell you that you have to be one with Jesus നിങ്ങൾ Christ. യേശുവിനോട് ഏകീഭവിക്കണമെന്ന് പറയാനായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. All over the world I am going like this. ലോകത്തെമ്പാടും ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നു. Other countries I am going.
മറ്റു രാജ്യങ്ങളിലേക്ക് ഞാൻ to പോകുന്നു. beg my sister, എന്റെ സഹോദരനോട് യാചിക്കും, accept Jesus as Savior. നിങ്ങൾ രക്ഷിതാവായ യേശുവിനെ സ്വീകരിപ്പീൻ. My sister, എന്റെ സഹോദരിമാരെ, today if you have not given your heart to the Lord, ഇന്ന് വരെയും നിങ്ങൾ ജീവിതത്തെ കർത്താവിനെ open your സമർപ്പിച്ചിട്ടില്ലെങ്കിൽ heart widely. നിങ്ങളുടെ ഹൃദയം വിശാലമായി Don't തുറക്കുവിൻ. go without Jesus. യേശുവിനെ കൂടാതെ മടങ്ങി You പോകരുതേ. should take him as your partner. നിങ്ങളുടെ പങ്കാളിയായി യേശുവിനെ നിങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. See the life of Judas. യൂദയുടെ ജീവിതം നോക്കുവിൻ. He was with Jesus. അവൻ യേശുവിനോട് കൂടെ ആയിരുന്നു. He had the lust of money. അവന് മോഹമുണ്ടായി. Should not have any time lust of money. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പണമോഹം ഉണ്ടാകരുത്. I want to take away all the property of my sister. എന്റെ സഹോദരിയുടെ എല്ലാ വസ്തുക്കളെയും എനിക്ക് അപഹരിക്കണം. I am a praying woman. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. I am praying. ഞാൻ പ്രാർത്ഥിക്കുന്നു. At the same time, അതേസമയം I want to grab all my sister's funds. എന്റെ സഹോദരിയുടെ സർവ്വതും എനിക്ക് അപഹരിക്കണം. These things should not be there. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. That's what troubled the life of Judas. അതാണ് യൂദയുടെ ഹൃദയത്തെ, ജീവിതത്തെ നശിപ്പിച്ചത്. He lost all God's abundant blessings. ദൈവത്തിന്റെ സമൃദ്ധി അനുഗ്രഹങ്ങളെല്ലാം മുഴുവൻ നഷ്ടമായി. But if you are faithful, നിങ്ങൾ വിശ്വസ്തരെങ്കിൽ, നിങ്ങൾ വിശ്വസ്തരെങ്കിൽ, faithfully asking the Lord to come into your heart, ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് വരാനായി വിശ്വസ്തയോടെ നിങ്ങൾ കർത്താവിനോട് ചോദിക്കുമെങ്കിൽ, and having Jesus as your Savior, യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ God will bless you abundantly. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. Abundantly He will bless you. സമൃദ്ധിയായി കർത്താവ് നിങ്ങളെ That is അനുഗ്രഹിക്കും. my experience. അതെന്റെ അനുഭവമാകുന്നു. God has blessed me abundantly. ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. I am പ്രായമുണ്ട്. able to do His ministry. കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും ദൈവം സഹായിക്കുന്നു. Nothing else. മറ്റൊന്നുമല്ല. No worry about money. പണത്തെക്കുറിച്ച് ഭാരമില്ല. No worry about cooking. പാചകത്തെക്കുറിച്ച് ഭാരമില്ല. All the time I'm sitting at Jesus' feet എല്ലായ്പ്പോഴും യേശുവിന്റെ പാദങ്ങളിൽ ഞാൻ ഇരിക്കുന്നു. and doing ministry for Him. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. Weakness will come. ബലഹീനതകൾ വന്നേക്കാം. And when I look to Jesus, ഞാൻ യേശുവിലേക്ക് നോക്കുമ്പോൾ strength from heaven will come and make me go again. സ്വർഗ്ഗത്തിൽ നിന്ന് ശക്തി എനിക്ക് ലഭിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ And സഹായിക്കുന്നു. if you are faithful, നിങ്ങൾ വിശ്വസ്തരെങ്കിൽ, according to Proverbs 28:20, സദൃശവാക്യങ്ങൾ 28:20 അനുസരിച്ച് you will receive abundant blessings from God. കർത്താവിൽ നിന്ന് നിങ്ങൾ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. If there is anyone who has not accepted Jesus Christ, ഇതുവരെയും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, I humble myself and beg every one of you, such people, to accept Jesus as Savior. അത്തരത്തിലുള്ള ആളുകളോട് ഞാൻ വിനയത്തോടു കൂടി യാചിച്ച് അപേക്ഷിക്കുന്നു, യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. Then God will bless you abundantly. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. Secondly, രണ്ടാമതായി sanctification by the Holy Spirit. പരിശുദ്ധാത്മ മുഖാന്തരമായി വിശുദ്ധീകരണം. Ezekiel 36:27 says like this. എസെക്കിയേൽ 36:27 പ്രകാരം പറഞ്ഞിരിക്കുന്നു, I'll put my spirit within you and cause you to walk in my ways. എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ വെച്ച എന്റെ വഴികൾ നടക്കുവാൻ എന്നെ ആക്കി വെച്ചുമിരിക്കുന്നു. You shall be my people and I will be your God. I will deliver you from all your ways and sanctify you. നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ഞാൻ നിങ്ങളുടെ എല്ലാ വഴികളും നിങ്ങളെ വിശുദ്ധീകരിക്കും. How to receive this sanctification? എങ്ങനെയാകുന്നു ഈ വിശുദ്ധീകരണം നാം പ്രാപിക്കുന്നത്? Sometimes I used to tell my EPG sisters, go and meet those people, their house is close by, please go and see why they have not continued the EPG ministry. ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ സഹോദരനോട് പറയുന്ന ഇപ്രകാരമാകുന്നു, പ്രവർത്തനരഹിതമായിരിക്കുന്ന ആളുടെ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി എന്തുകൊണ്ട് അവർ അതിലൊക്കെയും പങ്കെടുക്കുന്നില്ല എന്നവരോട് ചോദിക്കാനായി ഞാൻ ആവശ്യപ്പെടാറുണ്ട്. You know what they will say? അവർ എന്ത് പറയുന്നു അറിയുമോ? Oh, if that sister comes, I will not go with her. ഓ, ആ സഹോദരി വരുന്നെങ്കിൽ ഞാൻ ഒരുമിച്ച് പോവില്ല. This kind of vengeance towards each person should not be there. ഇത്തരത്തിൽ മറ്റ് സഹോദരിമാരുള്ള ഈർഷ്യ ഒരിക്കലും നാം വെച്ചു പുലർത്തരുത്. Once you accept Jesus as your Savior, യേശുക്രിസ്തുവിനെ ഒരിക്കലായി നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ your heart should be clean. നമ്മുടെ ഹൃദയം വളരെ വിശുദ്ധമായിരിക്കണം. Mind should be clean. നമ്മുടെ മനസ്സ് വിശുദ്ധമായിരിക്കണം. Your actions should be clean. നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കണം. Keeping one thing in our heart ഹൃദയത്തിൽ ഒരു കാര്യം വെച്ചിട്ട് and acting outside in another way മറ്റൊരു വിധത്തിൽ പുറത്ത് പെരുമാറുന്നത് is not at all good. അതൊരിക്കലും ശരിയല്ല. God will not be pleased with you. ദൈവത്തിന് ഒരിക്കലും നിങ്ങളുടെ പ്രസാദം ഉണ്ടാവില്ല. John 8:29 says, യോഹന്നാൻ 8:29 പറയുന്നു, one who has called me is with me. എന്നെ വിളിച്ചവൻ എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്.
കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. That is the very, very important thing. അത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. Whatever I do, it pleases the Lord. ഞാൻ ചെയ്യുന്ന എല്ലാം കർത്താവിന് പ്രസാദകരമായി ചെയ്യുന്നു. Lord Jesus himself says, യേശു തന്നെ പറഞ്ഞിരിക്കുന്നു, I do everything pleasing to my Father. എന്റെ പിതാവിന് ഏറ്റവും പ്രസാദമുള്ളത് ഞാൻ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. That's why my Father is with me all the time. അതുകൊണ്ട് ദൈവം എന്നെ ഏകനായി ഒരിക്കലും വിട്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. Are you feeling lonely? നിങ്ങൾ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നോ? Some sisters who become widows used to call me sometimes. ചില സഹോദരിമാർ വിധവമാരായി തീരുമ്പോൾ അവർ എന്നെ വിളിക്കാറുണ്ട്. They'll be crying like anything. അവർ കരഞ്ഞു വിലപിക്കാറുണ്ട്. I lost my daughter, I lost my son, I lost my husband. എന്റെ ഭർത്താവ് എനിക്ക് നഷ്ടമായി, എന്റെ മകൻ എനിക്ക് നഷ്ടമായി, എന്റെ മകൾ എനിക്ക് നഷ്ടമായി എന്നൊരു കരഞ്ഞു വിലപിക്കും. Sister, I know you have gone through all these sufferings. സഹോദരി, ഈ കഷ്ടപ്പാടിലുള്ള എല്ലാം താങ്കൾ കടന്നുപോയി You are ഞങ്ങൾക്കറിയാം. the one who can encourage me. നിങ്ങൾക്ക് മാത്രമേ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയുള്ളൂ. I used to encourage them ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു through the Holy Spirit. പരിശുദ്ധാത്മ മുഖാന്തരം. If you are strengthened by the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, sanctified by the Holy Spirit, പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ, the Lord will strengthen you. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. I have lost two people, ഞാൻ രണ്ടാളോട് ചോദിക്കട്ടെ, two beloved people, രണ്ട് പ്രിയമുള്ളവരോട്. my precious daughter എന്റെ പ്രിയമുള്ള മകൾ, and my precious husband. എന്റെ പ്രിയ ഭർത്താവും. In the midst of all my agony, അതിന്റെ എല്ലാ I വേദനയിലും don't see to the picture at all. ഞാൻ അതൊന്നും കണ്ട് ഭയപ്പെടുന്നില്ല. I see Jesus. ഞാൻ യേശുവിനെ I കാണുന്നു. see Jesus. ഞാൻ യേശുവിനെ കാണുന്നു. He sanctifies me യേശുവിനെ ശുദ്ധീകരിക്കുന്നു. and makes me go on working for the Lord. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം മുന്നിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. I used to encourage them like that. ഞാൻ അത്തരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കും. My sisters, those who lost your loved ones, go downwards. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ നഷ്ടമായെങ്കിൽ ഒരിക്കലും നിങ്ങൾ തളർന്ന് താഴേക്ക് പോകരുത്. All the time don't think of them. എല്ലായ്പ്പോഴും നിങ്ങൾ അവരെ ചിന്തിക്കേണ്ട. My daughter has gone. അയ്യോ, എന്റെ മകൾ പോയി, My husband has gone. എന്റെ ഭർത്താവ് പോയല്ലോ, I have lost this one. എനിക്ക് I നഷ്ടമായല്ലോ, lost my job. എന്റെ ഉദ്യോഗം പോയല്ലോ. Don't cry seeking all those things. ആ സംഗതികൾ ചിന്തിച്ചൊരിക്കലും മനോഭാരപ്പെടേണ്ട. Look to God. ദൈവത്തിലേക്ക് നോക്കുവിൻ. He can give you peace. ദൈവത്തിന് സമാധാനം He നൽകാൻ can കഴിയും. sanctify you through the Holy Spirit. പരിശുദ്ധാത്മ മുഖാന്തരമായി കർത്താവ് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിയും. Every time I lose something in my life, I look to the Lord. ഓരോ സന്ദർഭത്തിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമാകുമ്പോൾ And the Holy Spirit will fill me. പരിശുദ്ധാത്മനെ കണ്ടുമുട്ടും. When I lost my husband in the year 2008, 2008 എന്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിഞ്ഞപ്പോൾ one day I cried like anything. ഒരു ദിവസം ഞാൻ അതികഠിനമായി കരഞ്ഞു. Second day, രണ്ടാമതായി the Holy Spirit filled me. പരിശുദ്ധാത്മ നിറച്ചു. My son was preparing for the memorial service. എന്റെ മകൻ ഓർമ്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. And the Holy Spirit said, you tell him that you also need 20 minutes at least. 20 മിനിറ്റെങ്കിലും സംസാരിക്കാനായിട്ട് വേണമെന്ന് മകനോട് പറക എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. I told my son, give me some time. ഞാൻ എന്റെ മകനോട് പറഞ്ഞു, എനിക്ക് അല്പം സമയം തരണമേ. And the people around me said, how can you talk? എന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ചോദിച്ചു, You are crying like this. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? I don't know. എനിക്ക് അറിഞ്ഞുകൂടാ. Holy Spirit is strengthening me. പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുന്നു. And he is only telling me. പരിശുദ്ധാത്മാവിനോട് പറയുന്നത് Let us see. നമുക്ക് കാണാം. And the day came. ആ ദിവസം ആഗതമായി. The Lord took away all my agony. എന്റെ ഹൃദയ വേദന എല്ലാം കർത്താവ് എടുത്തു The മാറ്റി. agony is still there. അവിടെ വേദനയൊക്കെ ഉണ്ട്. Still there. Even today it is there. ഇന്നും ആ വേദന അവിടെ ഉണ്ട്. But when you are filled with the power of God, എന്നാൽ ദൈവശക്തിയാൽ നിങ്ങൾ നിറയുമ്പോൾ it will not trouble you. അത് നിങ്ങളെ ഭാരപ്പെടുത്തുകയില്ല. It will not be trouble you. അത് നിങ്ങളെ ഭാരപ്പെടുത്തുകയില്ല. Become a strong person. നിങ്ങൾ ശക്തിയേറിയ വ്യക്തിയായി തീരും. 20 minutes I was able to speak. 20 നിമിഷം എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. My beloved sisters, I don't know what I spoke. എനിക്ക് എന്റെ പ്രിയ സഹോദരിമാരെ, ഞാൻ എന്ത് സംസാരിച്ചു എനിക്ക് And അറിഞ്ഞുകൂടാ. it consoled many people അത് അനേകം ആളുകളെ ആശ്വസിപ്പിച്ചു. who lost their loved ones. തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായ അനേകരെ അത് And the ആശ്വസിപ്പിച്ചു. Holy Spirit is upholding me for the past 12 years. കഴിഞ്ഞ 12 വർഷമായി പരിശുദ്ധാത്മാവിനെ നിലനിർത്തിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So many growth in the ministry. ശുശ്രൂഷയിൽ അനേകം വളർച്ചകൾ കാണാൻ കഴിഞ്ഞു. God is doing great things. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നു. We have to give ourselves in the hands of God. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം Father, സമർപ്പിക്കണം. lead me and guide me. ദൈവമേ എന്നെ നയിക്കണമേ, Not in സഹായിക്കണമേ. our own ways. നമ്മുടെ സ്വന്തം വഴിയിലല്ല. Read the word of God. ദൈവത്തിന്റെ വചനം വായിക്കുവിൻ. Get up early in the morning പ്രഭാതത്തിൽ രാവിലെ എഴുന്നേൽക്കുവിൻ. and read it carefully. ശ്രദ്ധയോടെ വചനം വായിക്കുവിൻ. God gave me grace to get up at 4:30 every morning. ഓരോ പ്രഭാതത്തിലും 4:30 മണിക്ക് എഴുന്നേൽക്കാൻ കർത്താവ് എനിക്ക് ശക്തി പകരുന്നു. 4:30 to 6 is God's time. 4 തുടങ്ങി 6 മണി വരെയും ദൈവത്തിന്റെ സമയമാണ്. 6 to 7 I'll go for walking and other things. 7 o'clock I'll be
in my room and start reading it again. 6 മണി മുതൽ 7 മണി വരെ നടക്കാനൊക്കെ പോയി 7 മണിക്ക് മടങ്ങി വന്ന് വീണ്ടും വചനം വായിക്കാനായി എന്റെ മുറിയിൽ ഞാൻ 7 മണിക്ക് എത്തിച്ചേരും. No worry about food. ആഹാരത്തെക്കുറിച്ച് ഒരു ഭാരവുമില്ല. Whatever they give, I'll eat. അവരെന്ത് തരുന്നോ ഞാൻ ഭക്ഷിക്കും. But I don't have time to cook. എന്നാൽ പാചകം ചെയ്യാൻ എനിക്ക് സമയം പോരാ. But I am spending all my free time at the feet of God. എന്നാൽ ദൈവത്തിന്റെ പാദങ്ങളിൽ എന്റെ സമയമൊക്കെ ഞാൻ ചെലവിടുന്നു. ഹല്ലേലൂയ. So you have to be filled with the power of God. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടണം. See the lives of disciples. ശിഷ്യന്മാരുടെ ജീവിതങ്ങളെ നോക്കുവിൻ. After Jesus died and rose up to heaven, യേശു മരിച്ച് ഉയർത്തെഴുന്നതിന് ശേഷം what did they say? എന്താണ് പറഞ്ഞത്? Oh, they were crying. അയ്യോ, അവർ കരഞ്ഞുകൊണ്ടിരുന്നു. 40 days they were able to see Jesus in many ways. 40 ദിവസം വിവിധ വഴികളിൽ അവർക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞു. Even then they didn't believe. അതുകൊണ്ട് അവർ വിശ്വസിച്ചില്ല. They would worry. അവർ ഭാരപ്പെട്ടിരുന്നു. മനക്ലേശപ്പെട്ടിരുന്നു. You might have come with all sorts of worries like that. നിങ്ങളും അതുപോലുള്ള മനക്ലേശങ്ങളോട് ഇവിടെ വന്നു കാണും. But how they became closer to the Lord? എന്നാൽ അവർ എങ്ങനെയാണ് കർത്താവിനോട് അടുക്കലേക്ക് എത്തിച്ചേർന്നത്? And received the sanctification through the Holy Spirit. പരിശുദ്ധാത്മ മുഖാന്തരമായി വിശുദ്ധീകരണം പ്രാപിച്ചതിലൂടെയാകുന്നു. The Lord Jesus said, കർത്താവ് യേശു പറഞ്ഞു, all of you gather together in one place. നിങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി വരുവിൻ. And start praying with oneness. നിങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുവിൻ. As you know, according to Acts 1:14, പ്രവൃത്തികളുടെ പുസ്തകം 1:14 അനുസരിച്ച് they all nearly 120 people gathered together. ഏകദേശം 120 ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. And they all prayed. അവരെല്ലാം പ്രാർത്ഥിച്ചു. Guided by the Holy Spirit. പരിശുദ്ധാത്മ നിയോഗത്താൽ. And if you read Acts 2nd chapter, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമെങ്കിൽ what a glorious life they had. എത്ര മഹത്തരമായ ജീവിതം അവർക്ക് They ലഭിച്ചു. were all filled with the glory of God. അവരെല്ലാവരും തന്നെ ദൈവത്തിന്റെ മഹത്വത്താൽ നിറയപ്പെട്ടു. The people living around the place, they were all able to see them glorifying the Lord in various tongues. ആ പ്രദേശത്തൊക്കെയും തിങ്ങിപ്പാർത്തിരുന്ന ആളുകൾക്കൊക്കെയും ഇവർ ദൈവത്തെ വിവിധ ഭാഷകളിൽ കർത്താവിനെ മഹത്വീകരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. Same thing will happen to you. അതേ കാര്യം നിങ്ങൾക്ക് സംഭവിക്കും. Same thing will happen to you. അതേ കാര്യം സംഭവിക്കും. Don't spend even one day without receiving the power of God. ദൈവത്തിന്റെ ശക്തി ആർജിക്കാതെ ഒരു ദിവസം പോലും നിങ്ങൾ ജീവിക്കരുതേ. As much as you can, receive the power of God. എത്രത്തോളം സാധിക്കുമോ ദൈവശക്തി നിങ്ങൾ ആർജിക്കുവിൻ. That will comfort you. അത് നിങ്ങൾക്ക് ആശ്വാസം തരും. And make you comfort other people. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. Hallelujah. Hallelujah. What a glorious life it is. അത് എത്ര മഹത്തരമായ ജീവിതമാകുന്നു. Always filled with the joy of the Holy Spirit. എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ നിറയപ്പെടുന്നു. According to 1 Peter chapter 1 verse 8. 1 പത്രോസ് 1:8 വാക്യം അനുസരിച്ച് Joy unspeakable and full of glory. ആ മഹത്തരമായ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സന്തോഷം. Joy unspeakable and full of glory. സമ്പൂർണ്ണ അനുഗ്രഹം മഹത്വം നിറഞ്ഞിരിക്കുന്ന God will fill you like that. അതുപോലെ കർത്താവ് നിങ്ങളെ നിറയ്ക്കും. If you have not received the power of God, ദൈവത്തിന്റെ ശക്തി ഇതുവരെ നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ the Holy Spirit പരിശുദ്ധാത്മാവ് as a group, ഒരു കൂട്ടമായി receive the power of God. ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുവിൻ. When you are troubled in your heart, ഹൃദയത്തിൽ ഭാരമുള്ളപ്പോൾ go to your room. നിങ്ങൾ മുറിയിലേക്ക് പോകുവിൻ. Don't tell to all the people, all the ladies, our ladies, our friends, all the people that you are suffering with so much problem. ഇത്രത്തോളം പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ സ്നേഹിതരോട്, നിങ്ങളുടെ മറ്റു വനിതരോടൊന്നും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നും അനുഗ്രഹം ലഭിക്കില്ല. യേശുവിന്റെ അടുക്കൽ പോകുവിൻ. Be an example to other people also. അതാ നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു ഉദാഹരണമായി തീരണം. യേശുവിന്റെ അടുക്കൽ പോകണം. മുട്ടുകുത്തുവിൻ. മുട്ടുകുത്തുവിൻ. Look to God. ദൈവത്തിലേക്ക് നോക്കുവിൻ. Cry unto God. ദൈവത്തോട് കരയുവിൻ. Cry unto God. ദൈവത്തോട് കരയുവിൻ. According to Jeremiah 33:3. യിരെമ്യാവ് 33:3 അനുസരിച്ച് God will answer your prayer. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. Finally, അവസാനമായി before you get up and come back, നിങ്ങൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് say thank you Jesus. യേശുവേ നന്ദി എന്ന് പറയുവിൻ. Believe that your prayer answered. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. That your prayer is answered. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം Our ലഭിച്ചിരിക്കുന്നു. God is a God who hears your cry. ദൈവം നിങ്ങളുടെ കരച്ചിലുകൾ കേൾക്കുന്ന ദൈവമാകും നമ്മുടെ ദൈവം. You need not cry for a long time. ദീർഘനേരം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയില്ല. Immediately you can receive the power of God. തൽക്ഷണത്തിൽ തന്നെ ദൈവശക്തി നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. This is how you have to sanctify your life. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശുദ്ധീകരിക്കേണ്ടത്. Always covered under the precious blood of Jesus Christ. എല്ലായ്പ്പോഴും യേശുവിന്റെ പുണ്യാഹൃതത്താൽ നാം വലയം ചെയ്യപ്പെട്ടിരിക്കണം. According to Psalm 91:1. സങ്കീർത്തനം 91:1 അനുസരിച്ച് covered under shield. കർത്താവ് നമ്മുടെ പരിചയം പലകയുമാകുന്നു. The whole psalm says how he will lead us. ദൈവം നമ്മെ എങ്ങനെ നടത്തും എന്ന് ആ സങ്കീർത്തന പുസ്തകം മുഴുവൻ പറയുന്നു. So my sister, അതുകൊണ്ട് സഹോദരിമാരെ, getting filled with the Holy Spirit is a must. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം. Unless you are filled with the Holy Spirit, you cannot get sanctified. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നില്ല എങ്കിൽ വിശുദ്ധീകരണം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ. And
when you are filled with the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ the നിറയപ്പെടുമ്പോൾ, more you are filled, നിങ്ങൾ അധികം the നിറയപ്പെടുമ്പോൾ, more you are filled with the joy of the Holy Spirit, പരിശുദ്ധാത്മ സന്തോഷത്താൽ അധികമായി the നിറയപ്പെടുമ്പോൾ, more you will be sanctified. നിങ്ങൾ സമ്പൂർണ്ണമായി Your വിശുദ്ധീകരണം പ്രാപിക്കും. characters will be changed. വ്യത്യാസം സംഭവിക്കും You may ജീവിതത്തിൽ. be a fighting cock, നിങ്ങൾ മല്യുദ്ധം പിടിക്കുന്ന ഒരു but God കൊക്കായിരിക്കും, will make you a peacemaker. എന്നാൽ സമാധാന കാംക്ഷിയാക്കി തീർക്കും. Whatever you have in your life, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം which is പ്രശ്നമുണ്ടെങ്കിലും not pleasing to the Lord or to the people who are around you, കർത്താവിന് പ്രസാദമല്ലാത്തതും ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതുമായ സംഗതികൾ ഉണ്ടെങ്കിലും God will remove all those things. ദൈവം എല്ലാം എടുത്തു മാറ്റി തരും. Oh, He'll make you a sweet person. ദൈവം നിങ്ങളെ സൗന്ദര്യമുള്ള ആളാക്കി തീർക്കും. He'll make you a sweet person. നിങ്ങൾ വളരെ സ്വാദുള്ള വ്യക്തിയായി തീരും. Hallelujah. ഹല്ലേലൂയ. That is the sanctification God gives. അത്തരത്തിലുള്ള ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദൈവം നമുക്ക് നൽകുന്നു. And thirdly, മൂന്നാമതായി, God will fill you with His glory. ദൈവം തന്റെ തേജസ്സിനാൽ നിങ്ങളെ നിറയ്ക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. Some people say, how to bring the presence of God? ചില ആളുകൾ ചോദിക്കാറുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെ First നമുക്ക് of all, ലഭിക്കും. praise Him from the bottom of your heart. ഒന്നാമതായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവിനെ സ്തുതി പറയുക. Whenever you start your ministry, start praising God. നിങ്ങൾ ഈ PG ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് സ്തുതിയും സ്തോത്രവും What all പറയുക. the goodness you have received from the Lord, കർത്താവിന് എന്തെല്ലാം നന്മകൾ നിങ്ങൾ and പ്രാപിച്ചിരിക്കുന്നുവോ glorify Him. ദൈവത്തെ മഹത്വീകരിപ്പീൻ, Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. According to Psalm 22 verse 3, സങ്കീർത്തനം 22:3 അനുസരിച്ച് the Lord dwells among praises. കർത്താവ് സ്തുതികൾക്ക് മധ്യേ വസിക്കുന്നു. According to that verse, the Lord will fill your place also, where the place you are praying, the Lord will fill that place with His presence. ആ വാക്യം അനുസരിച്ച് നിങ്ങൾ ഏത് സ്ഥാനത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ You സ്ഥാനത്തൊക്കെയും should കർത്താവിന്റെ pray like സാന്നിധ്യത്താൽ നിറയ്ക്കും. that. You should pray like that. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. Start praying like that. അത്തരത്തിൽ പ്രാർത്ഥിക്കാൻ The തുടങ്ങുവിൻ. glory of the Lord will be descending upon you. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വന്നിറങ്ങേണ്ടതിനായി You will be glorified. നിങ്ങൾ തേജസ്കരിക്കപ്പെടും. And then you pray. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും. The Lord will make you a firewood. കർത്താവ് നിങ്ങളെ ഒരു തീ നാളമായി കുറുകും, Fire. ഒരു അഗ്നിയാക്കും. Fire. അഗ്നി, Fire. അഗ്നി. Isaiah 60 verse 1 says, യെശയ്യാവ് 60:1 പറയുന്നു, what you have to do? നിങ്ങൾ എന്ത് ചെയ്യണം? My sister, സഹോദരിമാരെ, arise. എഴുന്നേൽപ്പീൻ, Arise. എഴുന്നേൽപ്പീൻ. Shall we read that verse? എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. What a beautiful verse it is. അത് എത്ര മനോഹരമായ വാക്യം. We have to bring it in our lives. അത് നമ്മുടെ ജീവിതത്തിൽ No പ്രാവർത്തികമാക്കണം. one should sleep. ഒരിക്കലും ഉറങ്ങിക്കിടക്കുകയല്ല, No one should sleep. ആരും ഉറങ്ങിപ്പോകരുത്, All should be awake. എല്ലാവരും ഉണർന്നിരിക്കണം. That's why the Lord says, be അതുകൊണ്ടാണ് alert. കർത്താവ് പറയുന്നത്, ഉണർന്നിരിപ്പീൻ, Pray. പ്രാർത്ഥിപ്പീൻ, Pray. പ്രാർത്ഥിപ്പീൻ. The Lord showed that example in His own life. തന്റെ സ്വന്തം ജീവിതത്തിൽ കർത്താവ് അത് മാതൃകയാക്കി. Evening time He was praying. സായാഹ്നങ്ങളിൽ യേശു പ്രാർത്ഥിച്ചിരുന്നു. Matthew 14:23 says like that. മത്തായി 14:23 അങ്ങനെ പറയുന്നു. All the time He was praying. എല്ലായ്പ്പോഴും യേശു പ്രാർത്ഥിച്ചിരുന്നു. In the last time when He was about to be captured by the enemies, പടയാളികൾ യേശുവിനെ പിടിക്കുന്നതിന് തൊട്ട് മുൻപായി 3 times He looked unto His Father, 3 പ്രാവശ്യം യേശു പിതാവിലേക്ക് നോക്കി, cried unto the Lord, ദൈവത്തിലേക്ക് കരഞ്ഞപേക്ഷിച്ചു. to know the will of God, ദൈവത്തിന്റെ ഹിതം അറിയേണ്ടതിന്, to fulfill the will of God. ദൈവത്തിന്റെ ഹിതം We have നിറവേറ്റേണ്ടതിന് to do the same thing. നിങ്ങളും അതേ കാര്യം ചെയ്യണം. Sometimes we don't know what to do, how to know the will of God. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, കർത്താവിന്റെ ഹിതം എങ്ങനെ അറിയാമെന്ന് നമുക്ക് It's അറിയുക. very, very important. ഇത് വളരെ വളരെ A പ്രാധാന്യം. victorious life വിജയകരമായ ജീവിതം, or obtaining the glory of God, ദൈവത്തിന്റെ മഹത്വം we പ്രാപിക്കണമെങ്കിൽ have to have these experiences. ഈ അനുഭവങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. Spend time with the Lord. കർത്താവിനോട് സമയം ചെലവിടുകയും, Whatever may happen, എന്തെല്ലാം സംഭവിച്ചാലും, you might have lost so many things. നിങ്ങൾക്ക് ധാരാളം നഷ്ടമായി കാണും. Okay, അത് സാരമില്ല. go to the feet of God. കർത്താവിന്റെ പാദങ്ങളിലേക്ക് പോകുകയും First of all, praise Him. ഒന്നാമതായി കർത്താവിനെ What all സ്തുതിപ്പീൻ. the goodness you have received, നിങ്ങൾ എന്തെല്ലാം നന്മകൾ what all പ്രാപിച്ചിരിക്കുന്നു, the blessings you have received. എന്തെല്ലാം അനുഗ്രഹങ്ങൾ 1, പ്രാപിച്ചു. 2, 3, 4. 1, 2, 3, 4 Tell Him everything. എല്ലാം നമ്മൾ പറയുവിൻ. Tell Him, കർത്താവിനോട് പറയുവിൻ, Father, പിതാവേ, thank you. അങ്ങേക്കു നന്ദി. Thank you for my good husband. എന്റെ നല്ല ഭർത്താവിനായി നന്ദി. Thank you for my children. എന്റെ മക്കൾക്കായി നന്ദി. Thank you for the job you have given me. അങ്ങ് എനിക്ക് നൽകിയ Like ഉദ്യോഗത്തിനായി that, നന്ദി. one after the other, you have to tell them. നിങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നന്മകളൊക്കെയും പറയണം. When you are filled with the gratefulness, അങ്ങനെയുള്ള കൃതജ്ഞതയാൽ നിങ്ങൾ ഹൃദയം നിറയുമ്പോൾ automatically you will be filled with the power of God, തൽക്ഷണത്തിൽ തന്നെ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ the നിറയപ്പെടും. presence of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ. Then tell Him one after the other what all you want to share with പിന്നെ Him. നിങ്ങൾക്ക് കർത്താവിനോട് പറയേണ്ട ആവശ്യങ്ങളൊക്കെ നിരത്തി God will വെക്കുവിൻ. hear everything. എല്ലാം ദൈവം കേൾക്കും. He will be there. ദൈവം അവിടെ He will be ഉണ്ടായിരിക്കും. there. ദൈവം അവിടെ And He ഉണ്ടായിരിക്കും. will supply all your needs. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി Supply തരും. all your needs. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും. Hallelujah. ഹല്ലേലൂയ. To Luke 21:36 says, ലൂക്കോസ് 21:36 പറയുന്നു, watch therefore and pray always, അതിനാൽ നിങ്ങൾ കാത്തിരുന്ന് എപ്പോഴും പ്രാർത്ഥിപ്പീൻ, that you may be
counted worthy. നിങ്ങൾ യോഗ്യരായി കണക്കാക്കപ്പെടേണ്ടതിനായി. And Colossians chapter 4 verse 2 says, കൊലോസ്യർ 4:2 പറയുന്നു, continue earnestly in prayer, being vigilant in it with thanksgiving. ആത്മാർത്ഥമായി സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൽ പ്രാർത്ഥനയിൽ നിരതരാകുവിൻ. Let us examine our lives. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധന ചെയ്യാം. See the life of Moses. മോശയുടെ ജീവിതത്തെ He നോക്കുവിൻ. was called by the Lord. അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടു. You are also called by the Lord. നിങ്ങളും ദൈവത്താൽ To do a വിളിക്കപ്പെട്ടിരിക്കുന്നു. great thing. വൻ കാര്യങ്ങൾ ചെയ്യാൻ, To pray for the people. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, For the welfare of the women folk. സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി We have been called to do that. അത് ചെയ്യാനായി ദൈവം വിളിച്ചിരിക്കുന്നു. That's a calling. അതൊരു വിളിയാകുന്നു. Like that, Moses also had the call of God. അതുപോലെ മോശയ്ക്കും ദൈവത്തിന്റെ വിളി ഉണ്ടായി. And God Almighty wanted him to say so many things to his people through Moses. മോശ മുഖാന്തരമായി സർവശക്തനായ ദൈവം തന്റെ ജനങ്ങളോട് പല കാര്യങ്ങൾ പറയാനായി The ആഗ്രഹിച്ചു. same thing God will tell you, do this. അതേ കാര്യം നിങ്ങളോട് പറയും, Meet that sister. ആ സഹോദരിയെ കണ്ടുമുട്ടുക. She's worried. അവൾക്ക് മനോഭാരമുണ്ട്. Go and comfort her. പോയി അവളെ ആശ്വസിപ്പിക്കാം. That family has lost so many blessings. ആ കുടുംബം അനേകം അനുഗ്രഹങ്ങൾ As a നഷ്ടമാക്കിയിരിക്കുന്നു. family, go and support them. കുടുംബസമേതം പോയി അവരെ സന്ധാരണം ചെയ്യുവിൻ. Sister has no money. സഹോദരിക്ക് പണമില്ല. Spend with time with her അവളോട് ചേർന്ന് സമയം ചെലവിടുവിൻ. and supply whatever you can to നിങ്ങളുടെ her. പക്കൽ ഉള്ളത് അവൾക്ക് നൽകുക. Likewise, the Lord will speak to you. അത്തരത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. And the same way the Lord spoke to Moses അതേ വിധത്തിൽ ദൈവം മോശയോട് സംസാരിച്ചു. to tell the people of Israelites. ഇസ്രായേൽ ജനങ്ങളോട് സംസാരിക്കുവാൻ, Ask them to do this, do that. ഇത് ചെയ്യാൻ അത് ചെയ്യാൻ അവരോട് പറയുവിൻ. In the same way, അതുപോലെ തന്നെ nowadays, ഇക്കാലത്ത് we just asked by the Lord to do so many things. ഈ പിജിലുള്ള അംഗങ്ങളെന്നുള്ളതൊക്കെ ദൈവം അനേകം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. The Lord asked me to go and meet you all. കർത്താവ് എന്നെ നിങ്ങളെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടു. That's why I have come. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. Every time God will speak to each one of you. ഓരോ സമയത്തും ദൈവം നിങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കും. You must spend time with Him. നിങ്ങൾ ദൈവത്തോട് സമയം ചെലവിടണം. When you fulfill the Lord's will, കർത്താവിന്റെ ഹിതം നിങ്ങൾ നിറവേറ്റുമ്പോൾ you will be glorified with the power of God. ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ മഹത്വീകരിക്കപ്പെടും. God will be pleased with you. നിങ്ങളോട് ദൈവത്തിന് പ്രസാദം തോന്നും. See the life of Esther. എസ്തറിന്റെ ജീവിതം നോക്കുവിൻ. She is our example. അവൾ നമുക്ക് She was മാതൃകയാകുന്നു. a queen. അവൾ രാജ്ഞിയായിരുന്നു. She could have stopped doing anything. എല്ലാം ചെയ്ത് നിർത്താമായിരുന്നു. But she said, എന്നാൽ അവൾ പറഞ്ഞു, let me fulfill the will of God. ഞാൻ ദൈവത്തിന്റെ ഹിതം നിറവേറ്റട്ടെ. Let me spend 3 days, night and day, രാപ്പകൽ 3 ദിവസം ഞാൻ പ്രാർത്ഥനയിൽ ചെലവിടട്ടെ. praying with the Lord, കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, with fasting. ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ. With fasting. ഉപവസിച്ചുകൊണ്ട്. How many of you have done that? നിങ്ങൾ എത്ര പേർ അങ്ങനെ For ചെയ്തിരിക്കുന്നു? your family, നിങ്ങളുടെ കുടുംബത്തിനായി, for your friends, നിങ്ങളുടെ സ്നേഹിതർക്കായി, for other sisters. മറ്റ് How സഹോദരിമാർക്കായി. many of you have prayed, shed tears നിങ്ങൾ for their welfare? നിങ്ങൾ എത്ര പേര് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി For your പ്രാർത്ഥിച്ചിരിക്കുന്നു? own group. നിങ്ങളുടെ സ്വന്തം ഗ്രൂപ്പിന് For വേണ്ടി, your own group. നിങ്ങളുടെ സ്വന്തം ഗ്രൂപ്പിനായി. How much you are spend time at the feet of God? കർത്താവിന്റെ പാദപീഠത്തിൽ എത്ര സമയം നിങ്ങൾ ചെലവിട്ടിരിക്കുന്നു? What all the things we have to be careful. നാം എന്തെല്ലാം കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. It's not an easy joke to get the glory of God. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുക എന്നത് വളരെ ലാഘവത്വമുള്ള കാര്യമല്ല. When you are careful to do all these things, ഇതൊക്കെയും ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ automatically the Lord will fill you with His glory. തൽക്ഷണത്തിൽ തന്നെ ദൈവം തന്റെ തേജസ്സിനാൽ നിങ്ങളെ നിറയ്ക്കും. His glory will be around you. ദൈവത്തിന്റെ തേജസ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കും. What a glorious life it is to be under the glory of God ദൈവത്തിന്റെ Almighty. തേജസ് പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര മഹത്വകരമായ ജീവിതമാകുന്നു. Yes, they did a great thing എസ്തർ വൻ കാര്യം ചെയ്തു. for her people. ജനങ്ങൾക്ക് വേണ്ടി They should not be destroyed. അവൾ നശിച്ചു പോകരുതേ. She herself alone with her friends prayed for 3 days and nights. 3 ദിവസം രാപ്പകൽ അവൾ സ്നേഹിതരുമായി ചേർന്ന് അവൾ പ്രാർത്ഥിച്ചു. She was able to save her people. അവളുടെ ജനത്തെ രക്ഷിക്കുവാൻ അവൾ കഴിയും. Same thing is given to you. അതേ കാര്യം നിങ്ങൾക്ക് This നൽകപ്പെട്ടിരിക്കുന്നു. job is given to you, every one of you. ആ ജോലി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു How എല്ലാവർക്കുമായി. much time you are going to spend at the feet of God? കർത്താവിന്റെ പാദപീഠത്തിൽ എത്ര സമയം നിങ്ങൾ The ചെലവിടാൻ പോകുന്നു? more you spend, എത്ര അധികം the ചെലവിടുന്നു? more you spend your time at the feet of God. ദൈവത്തിന്റെ പാദപീഠത്തിൽ എത്ര അധികം സമയം നിങ്ങൾ ചെലവിടുന്നുവോ? With fasting, ഉപവസിച്ചുകൊണ്ട്, praying for the women folk, സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് the Lord will honor you. കർത്താവ് നിങ്ങളെ മാനിക്കും. And He'll bring His glory upon you. ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ ദൈവം നൽകും. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. You are called for a special purpose. ഒരു വിശേഷ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. Unless you are filled with the Holy Spirit, you cannot have all these blessings. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നില്ല എങ്കിൽ ഈ അനുഗ്രഹങ്ങളൊന്നും പ്രാപിക്കുവാൻ So കഴിയുകയില്ല. remember 3 things. അതുകൊണ്ട് 3 കാര്യം ഓർത്തിരിപ്പീൻ. Check up your life. നിങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിപ്പീൻ. Have I received the salvation through faith? വിശ്വാസ മുഖാന്തരമായി ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നുവോ? I'll give you 1 minute. ഞാൻ 1 നിമിഷം നിങ്ങൾക്കായി Is നൽകാം. there anyone ഇനി ആരെങ്കിലും who ഉണ്ടോ? has not received the salvation through faith? വിശ്വാസ മുഖാന്തരമായി കർത്താവിൽ നിന്ന് രക്ഷ പ്രാപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? Ask the Lord, Lord,
I give my life unto you. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങൾക്ക് നൽകുന്നു എന്ന് Enter സമർപ്പിക്കുന്നു. into my heart. എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. Be my friend. എൻ്റെ സ്നേഹിതനായിരിക്കണമേ. Abraham had God Almighty as his friend. സർവശക്തനായ ദൈവം അബ്രഹാമിന് ഒരു സ്നേഹിതനായിരുന്നു. Every one of you should have him as your friend. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ ഒരു സ്നേഹിതനായി നിങ്ങൾക്ക് ലഭിക്കണം. Talk to him. അവനോട് You സംസാരിക്കണം. can walk with him. ദൈവത്തോട് ചേർന്ന് നടക്കണം. You can fulfill all that he wants you to do. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംഗതികളും ജീവിതത്തിൽ നിങ്ങൾ നിറവേറ്റുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. And the Lord will make you a successful person. കർത്താവ് നിങ്ങളെ ജയാളിയായ വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തും. So be filled with the salvation of Jesus Christ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്ഷ നിങ്ങൾ സമ്പാദിക്കണം. And secondly, രണ്ടാമതായി you should be filled with the power of God. ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടണം. Should be filled with the power of God. ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെടേണ്ടതിന് And then you pray. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. A praying woman, പ്രാർത്ഥിക്കുന്ന സ്ത്രീയെ being filled with the power of God. ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് The devil cannot stand before you. സാത്താൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. All the victory. ഞാൻ എപ്പോഴും ജയിക്കും. The whole house may be crying for one thing. ഒരു കാര്യത്തിന് വേണ്ടി ആ കുടുംബം മുഴുവനും കരയുന്നുണ്ടാവാം. Tell your people. നിങ്ങൾ ജനങ്ങളോട് പറയുവിൻ. Why should we worry? നിങ്ങൾ എന്തുകൊണ്ട് ഭാരപ്പെടേണം? As a family we will kneel down. ഒരു കുടുംബമായി ഒരുമിച്ച് Come, മുട്ടുകുത്തും. we will kneel down. മുട്ടുകുത്തി പ്രാർത്ഥിക്കും. Start praying before them. അവർക്ക് മുന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുവിൻ. Get filled with the power of God. ദൈവത്തിന്റെ ശക്തിയാൽ Make നിറയപ്പെട്ടുകൊണ്ട് them also receive the power of God. അവരും ദൈവശക്തി പ്രാപിക്കേണ്ടതിന് The സഹായിക്കും. family will receive a great blessing ആ from the Lord. കുടുംബം ദൈവമഹത്വത്തിനായി അനുഗ്രഹം You will പ്രാപിക്കും. be honored in your family. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ You will be മാനിക്കപ്പെടും. honored in your family. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ My മാനിക്കപ്പെടും. sister, എന്റെ സഹോദരി, you have to do this carefully. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് ചെയ്യണം. Are you a testimony in your family? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു സാക്ഷ്യമോ? Are you telling them that Jesus loves them? യേശു അവരെ സ്നേഹിക്കുന്ന നിങ്ങൾ അവരോട് Are you പറയുന്നു. making them pray for everything? എല്ലാ ആളുകൾക്കും പ്രാർത്ഥിക്കാൻ നിങ്ങൾ പഠിപ്പിക്കുന്നു. Right now, ഇപ്പോൾ തന്നെ make up your mind. നിങ്ങളുടെ മനസ്സ് രൂപീകരിക്കുക. Father, give me all this experience. കർത്താവേ, ഈ അനുഗ്രഹമെല്ലാം എനിക്ക് I നൽകണമേ. should be a testimony in my family. എന്റെ കുടുംബത്തിൽ ഞാനൊരു സാക്ഷ്യമായിരിക്കണം. As a group, we should be a testimony before other women folk. ഒരു കുടുംബം, ഒരു കൂട്ടം എന്നുള്ള നിലയ്ക്ക് Not only സ്ത്രീകൾക്ക് മുന്നിൽ സാക്ഷ്യമായിരിക്കണം. not your life should be transformed. നിങ്ങളുടെ ജീവിതം രൂപാന്തരം സംഭവിക്കണം. Through the Holy Spirit, you should start shining for the Lord. പരിശുദ്ധാത്മാവ് മുഖാന്തരമായി കർത്താവിന് വേണ്ടി നിങ്ങൾ ശോഭയുള്ളവരായി തീരണം. And you should become a burning light. മാത്രമല്ല നിങ്ങൾ കത്തുന്ന തീയായി തീരണം. Daniel chapter 12 verse 3 says, ദാനിയേൽ 12-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, those who turn many to righteousness നീതിയിങ്കലേക്ക് തിരിക്കുന്ന എല്ലാവരും shall shine like the stars forever and ever. എന്നേക്കും അവർ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. May every day ഓരോ ദിവസവും speak to some people, ആരോടെങ്കിലും സംസാരിക്കും, console them, അവരെ ആശ്വസിപ്പിക്കുവിൻ, comfort them, അവരെ ആശ്വസിപ്പിക്കുവിൻ, keep them in the correct ways. അവർക്ക് നേരായ വഴികൾ Young ചൊല്ലിക്കൊടുക്കുവിൻ. people are going astray. അവർ വഴിമാറി പോകുന്നവരായിരിക്കാം. Tell them the Lord's ways. കർത്താവിന്റെ വഴികളെ അവർക്ക് ചൊല്ലിക്കൊടുക്കുവിൻ. Your own children, നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളോട് make them go in the right way. ശരിയായ പാതയിൽ മുന്നേറാൻ And സഹായിക്കുവിൻ. you have to do greater things. നിങ്ങൾ വൻ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. Every minute ഓരോ you നിമിഷവും have to pray for your people. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. Pray for the women folk. വനിതകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. So many people are getting astray. അനേക വനിതകൾ വഴിവിട്ട് മാറിപ്പോകുന്നു. Couples are going astray. ദമ്പതികൾ വഴിവിട്ട് മാറിപ്പോകുന്നു. After seeing that, are you going to sit without doing anything? അതൊക്കെയും കണ്ടിട്ടും വെറുതെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമോ? All these responsibilities are there before you. ഈ ചുമതലകളൊക്കെയും ദൈവം നിങ്ങൾക്ക് മുന്നിൽ വെച്ച് Keep these words. ഈ വാക്കുകളെ സൂക്ഷിക്കുവിൻ. Have Jesus with you always. എല്ലായ്പ്പോഴും യേശുവിനെ നിങ്ങളുടെ കൂടെ വെച്ചുകൊള്ളുവിൻ. Glorify His holy name. കർത്താവിന്റെ ആ നാമത്തെ മഹത്വീകരിപ്പിൻ. I want every one of you to arise and shine for His glory. നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ മഹത്വത്തിനായി എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് ഞാൻ I am going to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ Father, ആഗ്രഹിക്കുന്നു. പിതാവേ, Father, പിതാവേ, have mercy upon such people. അത്തരത്തിലുള്ള ആളുകളോട് കൃപ ചൊരിയണമേ. Bring them closer to you, Father. പിതാവേ, അവരെ അങ്ങയുടെ അടുക്കലേക്ക് Bring കൊണ്ടുവരണമേ. them closer to you. കർത്താവേ, അങ്ങയുടെ അടുക്കലേക്ക് Bring കൊണ്ടുവരണമേ. them closer to you, അങ്ങയുടെ അടുക്കലേക്ക് Lord. കൊണ്ടുവരണം കർത്താവേ. Let them be united with you right ഇപ്പോൾ തന്നെ now. അവർ അങ്ങയോട് ഏകീഭവിക്കട്ടെ. Let them be united, Father. പിതാവേ, അങ്ങയോട് ഏകീഭവിക്കട്ടെ. Let them have a close communion with you. അവരുടെ ചേർന്ന് അടുത്ത കൂട്ടായ്മ ലഭിക്കട്ടെ. Unless you do that, Master, കർത്താവേ, അങ്ങ് അത് ചെയ്യുന്നില്ലെങ്കിൽ യജമാനനെ they cannot have that experience. അവർക്ക് അനുഭവം ലഭിക്കുകയില്ല. Have mercy. അവരോട് കനിയണമേ. Send your blessing right now. ഇപ്പോൾ തന്നെ അങ്ങയുടെ അനുഗ്രഹം അയക്കണമേ. Bless them. അവരെ അനുഗ്രഹിക്കണമേ. Bless them. അനുഗ്രഹിക്കണമേ. Bless everyone. എല്ലാവരും Bless അനുഗ്രഹിക്കണമേ. everyone. എല്ലാവരും അനുഗ്രഹിക്കണമേ. Those who want to have a close communion with you. കർത്താവിനോട് ചേർന്ന് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ Thank you, ആഗ്രഹിക്കുന്നു. Lord.
കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Father, പിതാവേ, those who have not yet received the power of God, the ദൈവശക്തി Holy Spirit, പരിശുദ്ധാത്മശക്തി ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തവർ, my sisters, എന്റെ സഹോദരിമാരെ, those who want to receive the power of God, ദൈവശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, open your mouth widely. നിങ്ങളുടെ വായ് വിസ്താരത്തിൽ തുറക്കുവിൻ. Thank God. ദൈവം നന്ദി പറയുവിൻ. Thank God. നന്ദി പറയുവിൻ. From the bottom of your heart. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്. Hallelujah. Hallelujah. The Lord will pour out His Holy Spirit upon all ദൈവത്തിന്റെ flesh. പരിശുദ്ധാത്മൻ എല്ലാവരുടെ മേലും ചൊരിയും. All you people. നിങ്ങൾ എല്ലാവരുടെ മേലും The ചൊരിയും. more you give thanks to Him, നിങ്ങൾ എത്ര നന്ദി പറയുന്നുവോ, the more He will honor you with the power of God. ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കും. Will you start thanking Him? കർത്താവ് നന്ദി Open your mouth. വായ് തുറക്കുവിൻ. Open your mouth. നിങ്ങളുടെ വായ് തുറക്കുവിൻ. Say thank you, Jesus. പറയുവിൻ, നന്ദി നന്ദി Thank നന്ദി you, എന്ന് പറയും. Jesus. യേശുവേ നന്ദി. Hallelujah. 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 Lord, supply their need, Master. കർത്താവേ, ആവശ്യങ്ങൾ Supply the power of God. ദൈവശക്തിയാൽ Let them all be filled with the power of God. ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. Hallelujah. Hallelujah. Thank you, Lord. കർത്താവേ, നന്ദി. Hallelujah. Hallelujah. You are filling them, Lord. എല്ലാവരും അങ്ങ് You are filling നിറയ്ക്കുന്നുവല്ലോ. every one of them. അവരെല്ലാവരും അങ്ങ് Every one of them. എല്ലാവരും നിറയ്ക്കുന്നുവല്ലോ. Every one of them. എല്ലാവരും നിറയ്ക്കണമേ. Every one of എല്ലാവരും them. നിറയ്ക്കണമേ. Thank you, Lord. കർത്താവേ, നന്ദി. Shall we all say thank you, Jesus? എല്ലാവർക്കും പറയാം, Thank യേശുവേ you, നന്ദി. Jesus. യേശുവേ Thank നന്ദി. you, Jesus. യേശുവേ നന്ദി. Hallelujah. Hallelujah. My sisters, എന്റെ സഹോദരിമാരെ, now the glory of the Lord descend upon you. ഇപ്പോൾ ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ വന്നിറങ്ങും. Hallelujah. Hallelujah. God is going to use you in a different way. ദൈവം നിങ്ങളെ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നു. Your home will be built നിങ്ങളുടെ ഭവനം കെട്ടിപ്പണിയപ്പെടും. through you, നിങ്ങൾ മുഖാന്തരം, through your prayer, നിങ്ങളുടെ പ്രാർത്ഥനയാൽ, your holy life, നിങ്ങളുടെ ജീവിതം മുഴുവൻ, through the power of God which is in you and with you. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ കൂടെയുള്ള God ദൈവശക്തി is going to do great things in your family. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. The gifts of the Holy Spirit, all the 9 gifts of the Holy Spirit. 9 വരദാനങ്ങളാൽ Right now, ഇപ്പോൾ തന്നെ, right now, ഇപ്പോൾ തന്നെ you ask and it shall be given. യാചിപ്പീൻ, നിങ്ങൾ Yes, the power of God is coming upon you. അതേ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ The blessing വന്നിറങ്ങുന്നു. of God is coming upon you. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ Receive, വന്നിറങ്ങുന്നു. sister. അതേ സഹോദരിമാരെ, Receive every one of you. നിങ്ങൾ എല്ലാവരും The 9 വ്യത്യാസമാകുന്നു. gifts of the Holy Spirit. 9 കൃപാവരങ്ങൾ God is going to make you glorified. ദൈവം നിങ്ങളെ തേജസ്കരിക്കപ്പെടാൻ Your പോകുന്നു. home will be glorified through you. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ഭവനം Wherever തേജസ്കരിക്കപ്പെടും. you are working, the Lord's name shall be glorified. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഉണ്ടാവും. From hitherto, നിങ്ങൾ തമ്മിൽ മുതൽ God will glorify ദൈവം- you and your household ദൈവം- and whatever you do for Christ. ദൈവം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും മഹത്വീകരിച്ച് നിങ്ങൾ ചെയ്യുന്നതൊക്കെ Hallelujah. മഹത്വമാക്കി തീർക്കും. Hallelujah. Hallelujah. Our precious Father, we give you all the glory. കർത്താവേ, ദൈവമേ, ഞങ്ങൾ സർവ്വ മഹത്വം അങ്ങേക്ക് തരുന്നു. Whatever you wanted me to tell your children, Master, യജമാനനെ, അങ്ങ് അങ്ങയുടെ മക്കളോട് എന്ത് പറയാൻ അങ്ങ് ആഗ്രഹിച്ചു അതൊക്കെയും I have told them. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നു. I have obeyed your will. ഞാൻ അങ്ങയുടെ ഹിതം കർത്താവെ അനുസരിച്ചിരിക്കുന്നു. Now bless the word that is spoken to them. കർത്താവെ, ഇപ്പോൾ അവരോട് അങ്ങ് സംസാരിച്ച വാക്കുകളെ അനുഗ്രഹിക്കണമേ. Let your word bring many miracles in their lives. കർത്താവെ, അങ്ങയുടെ വചനം അവരുടെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരട്ടെ. Let many people come in search of your blessing. അനേകം ആളുകൾ കർത്താവെ അങ്ങയുടെ അനുഗ്രഹം അന്വേഷിച്ചു വരട്ടെ. Bless all. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. Everyone എല്ലാവരെയും അനുഗ്രഹിക്കണമേ. should be blessed by you. അങ്ങയാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. Should arise and shine for your glory. അങ്ങയുടെ മഹത്വത്തിനായി എല്ലാവരും എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. No one should go back. ആരും പിന്മാറ്റത്തിൽ Let them അകപ്പെടരുത്. go forward. അവർ മുന്നിലേക്ക് ഗമിക്കട്ടെ. Forward. മുന്നിലേക്ക്, Go forward. മുന്നിലേക്ക് പോകട്ടെ. Glorify your name. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. And also bless my children. മാത്രമല്ല മക്കളെ അനുഗ്രഹിക്കണം. Your health. അവരുടെ അനുഗ്രഹം, Good health. നല്ല Those who are having problem in their body. ശരീരത്തിൽ രോഗമുള്ള എല്ലാ ആളുകളും, My sisters, if you have any problem in your body, put your hand upon your chest. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ രോഗാവസ്ഥയിലാകുന്നുവെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾ കൈവെക്കുവിൻ. As I look to the Lord and pray, ഞാൻ കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ the Lord will touch you right now. ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ സ്പർശിക്കും. You can be healed. ഇപ്പോൾ തന്നെ സൗഖ്യമാകും. Whatever may be your problem. നിങ്ങളുടെ പ്രശ്നം എന്തായാലും ശരി, Maybe a cancer. അത് അർബുദമായിരിക്കാം, Maybe a TB. അത് TB ആയിരിക്കാം, Maybe whatever problem may be. അതെന്ത് തന്നെ പ്രശ്നമായാലും It will be healed. അത് സൗഖ്യമാകും. I believe it. ഞാനത് വിശ്വസിക്കുന്നു. If you believe, നാം വിശ്വസിക്കുമെങ്കിൽ, if you believe, വിശ്വസിച്ചാൽ you shall see the glory of നിങ്ങൾ God. ദൈവത്തിന്റെ മഹത്വം കാണും. Hallelujah. Hallelujah. Father, പിതാവേ, touch my children. അങ്ങയുടെ മക്കളെ തൊടണമേ. Lay the mighty hand upon their അങ്ങയുടെ head. ശക്തിയേറിയ കരം കൊണ്ട് മേൽ വെക്കണമേ. Whatever problem they are facing in their
body, ശരീരത്തിൽ നേരിട്ടാലും in their body, ശരീരത്തിൽ remove everything by the power of God. ദൈവത്തിന്റെ ശക്തിയാൽ അതൊക്കെ എടുത്തു മാറ്റണമേ. Heal them, Lord. കർത്താവേ സൗഖ്യമാക്കണമേ. Touch them and heal them. അവരെ തൊട്ട സൗഖ്യം Let വരുത്തണമേ. them go back without anything. ഒരു രോഗമില്ലാതെ മടങ്ങി പോകട്ടെ. Heal them, Lord. കർത്താവേ സൗഖ്യമാക്കണമേ. Heal them. സൗഖ്യമാക്കണം കർത്താവേ. Also, my precious Father, മാത്രമല്ല പിതാവേ, whatever need they have in their family life, അവരുടെ കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം in ആവശ്യങ്ങളുണ്ടെങ്കിൽ their individual life, വ്യക്തിപരമായ ജീവിതത്തിൽ supply every need. എല്ലാ ആവശ്യം നിറവേറ്റണമേ. Every need. എല്ലാ ആവശ്യം നിറവേറ്റണമേ. Hallelujah. Supply, Master. യജമാനനെ നൽകണമേ. Right now you are touching your people. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കളെ അങ്ങ് My തൊടുന്നല്ലോ. sister, സഹോദരിമാരെ, the Lord is touching every one of you. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും His തൊടുന്നു. hand is coming upon you. Thank കർത്താവിന്റെ you, കരം Father. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ Thank വരുന്നു. you, ദൈവത്തിന് നന്ദി Lord. പറയുവിൻ. കർത്താവ് Thank നന്ദി you, പറയുവിൻ. Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Supply all the need. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണമേ. Spiritual way also. ആത്മീക ആവശ്യങ്ങൾ. Let them be a blessing to many, many people. അവർ അനേകം ആളുകൾക്ക് Let അനുഗ്രഹമായി the തീരട്ടെ. homes be blessed. അവരുടെ ഭവനങ്ങൾ Let അനുഗ്രഹിക്കപ്പെടട്ടെ. the children be blessed. അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. Whatever they ask before you, Father, പിതാവേ, അങ്ങ് അവർ അങ്ങയുടെ മേൽ ചോദിക്കുന്ന എന്ത് let them കാര്യവും receive. അവർ പ്രാപിക്കട്ടെ. Let them glorify your name. അങ്ങയുടെ നാമത്തെ അവർ Hallelujah. മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Shall we all say hallelujah? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you, Father. പിതാവേ നന്ദി. Thank you for everything എല്ലാറ്റിനും you നന്ദി. have provided. അങ്ങ് എല്ലാം നൽകിയല്ലോ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ.